ശബരിമല സ്വർണ്ണ കവർച്ചയാണ് 2025 സംസ്ഥാന സർക്കാരിനെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരായ CPM നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന കൊള്ള വിശ്വാസികൾക്ക് വലിയ മുറപ്പാടായി മാറി. ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ മുക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ഒന്നുകൂടി വ്യക്തമാക്കിയതുമായിരുന്നു സ്വർണ്ണ കവർച്ച. 2018-19 കാലത്ത് ശബരിമലയിലെ ആചാരലംഘനത്തിന് കുടപിടിച്ചവരിൽ ഭൂരിഭാഗവും അഴിക്കുള്ളിലായ വർഷമാണ് 2025. അതും യുവതീ പ്രവേശന വിവാദ കാലത്ത് ഭഗവാന്റെ ശ്രീകോവിലിൽ പതിപ്പിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ കട്ടെടുത്ത കേസിൽ. ദുർബലമായ പ്രതിപക്ഷം നൽകുന്ന സൗജന്യത്തിൽ അധികാരത്തിൽ തുടർന്ന ഇടതു സർക്കാരിന്റെ അടിവേരിളക്കിക്കൊണ്ടാണ് സ്വർണ്ണ കവർച്ച വാർത്താ പരമ്പരയ്ക്ക് ജനം TV തുടക്കമിടുന്നത്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ശബരിമല സ്പെഷ്യൽ കമ്മീഷനുടെ റിപ്പോർട്ടും കോടതി ഇടപെടലും. വിജിലൻസ് പരിശോധനയിൽ കണ്ടെടുത്ത പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതോടെ പുറത്തു വന്നത് വർഷങ്ങൾ നീണ്ട ആസൂത്രണവും തീവെട്ടിക്കൊള്ളയും. 1998-99 കാലത്ത് UB ഗ്രൂപ്പ് 30.329 കിലോ സ്വർണം ഉപയോഗിച്ചാണ് ശബരിമല ശ്രീകോവിലിന്റെ വിവിധ ഭാഗങ്ങൾ സ്വർണം പൊതിയുന്നത്. ഇതിൽ നിന്നും 2019 അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചായിരുന്നു സ്വർണ്ണ കവർച്ച. ഔദ്യോഗിക രേഖകളിൽ സ്വർണ്ണപ്പാളികളിൽ ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. സ്പോൺസറായി അവതരിച്ച മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രിയുമായും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായെല്ലാം അടുത്ത ബന്ധമെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടെ കേരളം ഞെട്ടി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘം ആദ്യം കസ്റ്റഡിയിലെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. പിന്നീട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാർ, ദേവസ്വം കമ്മീഷണറും ബോർഡ് പ്രസിഡന്റുമായിരുന്ന N വാസു, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനൻ, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ദേവസ്വം ബോർഡ് അംഗമായിരുന്ന N വിജയകുമാർ എന്നിവരും അറസ്റ്റിലായി. N വാസുവും പത്മകുമാറും N വിജയകുമാറുമെല്ലാം മുതിർന്ന CPM നേതാക്കളാണെന്നതും കേരളത്തെ അമ്പരപ്പിലാഴ്ത്തി. മൂവരെയും തള്ളിപ്പറയാൻ പോലും പാർട്ടി തയ്യാറാകാത്തതും സംശയകരമായിരുന്നു. കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾക്കൊടുവിലാണ് പല അറസ്റ്റുകളിലേക്കും അന്വേഷണ സംഘം കടന്നതെന്നതുമാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയമായി CPMനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് സ്വർണ്ണക്കവർച്ച തള്ളിവിട്ടത്. അറസ്റ്റിലായവരും ആരോപണ വിധേയരുമെല്ലാം CPM നേതാക്കൾ. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നത CPM നേതാക്കളുമായെല്ലാം അടുത്ത ബന്ധം. ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങാനും സ്വർണ്ണക്കവർച്ച കേസ് കാരണമായി. പരാജയത്തിന് പിന്നിൽ സ്വർണ്ണക്കവർച്ചയാണെന്നാണ് പ്രാദേശിക ഘടകങ്ങളുടെ റിപ്പോർട്ട്. എന്നാൽ ഇത് പരസ്യമായി അംഗീകരിക്കാൻ ഇതുവരെയും മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന നേതൃത്വവും തയ്യാറായിട്ടില്ല. ഒടുവിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് VK പ്രശാന്തിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ ഇതുവരെ ഉയർത്തിയ എല്ലാ പ്രതിരോധങ്ങളും പൊളിഞ്ഞു വീണ അവസ്ഥയിലാണ് CPM. സ്വർണ്ണക്കവർച്ച കേസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൽകിയതിലും വലിയ തിരിച്ചടി 2026 CPMന് സമ്മാനിക്കുമെന്നാണ് വിലയിരുത്തൽ. സ്വർണ്ണക്കവർച്ചയിലെ അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് പുരോഗമിക്കുന്നതെങ്കിലും നടപടിക്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങിയതും അറസ്റ്റുകൾ വൈകിയതുമെല്ലാം അന്വേഷണ സംഘത്തിനോട് വിശ്വാസക്കുറവിന് കാരണമായിരുന്നു. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതും ഈ സാഹചര്യത്തിലാണ്. കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നതിനാൽ EDയും കേസിൽ പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.